കഴിഞ്ഞ ദിവസം പീരുമേട്ടിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന തെരുവുനായ 19ഓളം പേരെ കടിച്ച സംഭവത്തിൽ തെരുവുനായ്ക്ക് പേവിഷബാധ ഉള്ളതായി സ്ഥിരീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രത പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ തീരുമാനിച്ചു. പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ആളുകളെ കടിച്ചതിലുപരി മറ്റ് നായ്ക്കളെയും കന്നുകാലികളടക്കമുള്ള മൃഗങ്ങളെയും തെരുവുനായ കടിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനാൽ ഇവയ്ക്കെല്ലാം വാക്സിനേഷൻ പഞ്ചായത്തിൽ നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പീരുമേട്, പാമ്പനാർ, കല്ലാർ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ തെരുവുനായ 19ഓളം പേരെ കടിച്ചത്. ഇവരെല്ലാം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതിനുശേഷം പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും ശ്രമഫലമായി ഈ തെരുവുനായയെ പിടികൂടുകയും തുടർന്ന് നായയെ പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ ഈ നായ്ക്ക് പേവിഷബാധ ഉള്ളതായി സ്ഥിരീകരിച്ചു. ഇതോടെയാണ് ജാഗ്രത പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത്. നായ കടിച്ച ആളുകൾക്ക് ഇതിനോടകം 2 ഡോസ് വീതം വാക്സിൻ നൽകി. എന്നാൽ ഇതുകൂടാതെ നാട്ടിലൂടെ അലിഞ്ഞുതിരിഞ്ഞ മറ്റ് നായ്ക്കളെയും കന്നുകാലികളടക്കമുള്ള മൃഗങ്ങളെയും ഈ നായ ആക്രമിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനാൽ ഇവയെല്ലാം കണ്ടെത്തി വാക്സിനേഷൻ നൽകുവാനുള്ള പ്രവർത്തനങ്ങളാണ് തുടക്കമായിരിക്കുന്നത്. ഇതോടൊപ്പം പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെയടക്കം വാക്സിനേഷന് വിധേയമാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ അവലോകന യോഗം ചേർന്നു. നമുക്ക് 2 ദിവസമായിട്ട് ഞായറാഴ്ച രാത്രി മുതൽ പീരുമേട് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായിട്ട് പട്ടി കടിച്ചു, അലിഞ്ഞിരുന്ന പട്ടിയായിട്ടുള്ള ഒരു പട്ടി കടിച്ചെന്ന് പറഞ്ഞൊരു വിഷയം വരികയും തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് അത് വ്യാപകമായിട്ട് ഒരു 19 പേരിലായിട്ട് ഈ 2 ദിവസമായിട്ട് ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ചയായിട്ട് ഒരു 19 പേരെ ഈ പട്ടി കടിക്കുകയും ഇതിന്റെ പുറകെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ മുഴുവൻ പേരും ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയും അവസാനം ഈ പട്ടിയെ ഞങ്ങൾ പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വരികയും ചെയ്തു. പട്ടി ഇന്നലെ രാവിലെയാണ് പിടിച്ചത്. അതായത് ചൊവ്വാഴ്ച ദിവസമാണ് പട്ടിയെ പിടിക്കുന്നത്. പട്ടിയെ പിടിച്ച് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി വന്നപ്പോഴത്തേക്ക് പട്ടിക്ക് വിഷബാധ ഉണ്ടെന്നുള്ളത് ഇന്നലെ വൈകിട്ട് 4:30 കൂടിയാണ് ഞങ്ങൾ അറിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ഒരു അടിയന്തര യോഗം, സർവകക്ഷി യോഗം വിളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് വരികയും ഇന്ന് നിലവിൽ പഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാഫുകൾ അടക്കം ഒരു യോഗം വിളിക്കും. അതിനകത്ത് നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട്, വെറ്റിനറി ഡോക്ടർ ഇത്ര നേരം വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അവബോധം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് താഴെത്തട്ടിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആ ഒരു മീറ്റിംഗ് വിളിക്കും. വാർഡ് മെമ്പർമാർക്ക് കൂടെയുള്ളവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡുകളും അടിയന്തരമായി ജാഗ്രതാ സമിതികൾ വിളിച്ചു കൂട്ടുകയും വളർത്തു പട്ടികൾ എത്ര ഉണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് എടുക്കുകയും ആ മൃഗങ്ങൾക്ക് അടിയന്തരമായി വാർഡ് തലത്തിൽ വാക്സിൻ കൊടുക്കുകയും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പട്ടിക്ക് പേ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പട്ടിയെ സംബന്ധിച്ചോളം ഈ അലഞ്ഞു തിരിഞ്ഞ പട്ടികളെയും പശുക്കളെയും കടിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. ഈ 19 വ്യക്തികളെ കടിച്ചതിന് നമുക്ക് അപ്പം തന്നെ 2 ഡോസായിട്ടുള്ള വാക്സിൻ കൊടുക്കുകയും അവരെ സേഫ് ആക്കിയും അന്ന് തന്നെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പട്ടികൾക്കും പശുക്കൾക്കും നമ്മൾ അടിയന്തരമായിട്ട് വാക്സിൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അല്ലെങ്കിൽ പട്ടി ഉണ്ടെങ്കിൽ അതിന് ലൈസൻസ് എടുത്തിട്ടുണ്ടോ, വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യം നമ്മൾ അത് ഒരു തീരുമാനത്തിലോട്ട് എത്തുക. അത് ഞങ്ങളൊരു ലിസ്റ്റ് ഔട്ട് ആക്കിക്കൊണ്ട് അതിന് വാർഡ് തലത്തിൽ വാക്സിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളർത്തുമൃഗമായ പശുക്കൾക്കും ഇതേപോലെ വാക്സിൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അതുമായിട്ട് ജനങ്ങൾ സഹകരിക്കുക പഞ്ചായത്തുമായിട്ട്. നാളുകൾ വലിയൊരു വിഷയത്തിൽ പോയാൽ നമ്മളിത് പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാകും. അത് കാരണം അടിയന്തരമായിട്ട് നാളെ തന്നെ ബാക്കിയുള്ള വാർഡുകളിൽ ഈ പീരുമേട് പഞ്ചായത്ത് മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ പിടിച്ച് വാക്സിൻ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ള യോഗത്തിന്റെ ഭാഗമായിട്ട് തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അതുമായിട്ട് ജനങ്ങൾ സഹകരിക്കുക. പക്ഷെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കൂടുതൽ ടെൻഷനോ പരിഭ്രാന്തരാകാതിരിക്കാൻ ആൾക്കാർ ശ്രദ്ധിക്കുക. ഈ 19 പേര് പേവിഷബാധ പട്ടി കടിച്ച ആ ഒരു കുടുംബങ്ങളെ പോയി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരുടെ സിറ്റുവേഷൻ എന്നാണ്, കൂടുതൽ തുടർ ചികിത്സ അവർക്ക് വേണമെന്നുള്ളത് നേരിട്ട് പോയി നമ്മൾ കണ്ട് മനസ്സിലാക്കി അവർക്ക് എന്താണെന്നുള്ളത് വെച്ചാൽ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് ആ വീടുകൾ സന്ദർശിക്കാനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ ജാഗ്രതയായിട്ടിരിക്കുക. നമ്മുടെ ഫുഡ് വേസ്റ്റ് അടക്കം വലിച്ചെറിഞ്ഞതും ഇറച്ചിക്കടകൾ പോലുള്ള മാലിന്യങ്ങൾ വെളിയിലിടുന്നതാണ് ഈ പട്ടികൾ തെരുവ് നായ്ക്കൾ കൂടാനുള്ള ഒരു സാഹചര്യം. അതിലും ജനങ്ങൾ സഹകരിക്കുക പഞ്ചായത്തുമായിട്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് പരിഹരിച്ചു പോയെങ്കിൽ മാത്രമേ ഇതുപോലത്തെ വിഷയങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലാണെങ്കിലും ഉണ്ടാകാതിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പീരുമേട് ഗ്രാമപഞ്ചായത്തുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുന്നു.
പീരുമേട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടെ വിവിധ മേഖലകളിൽ തെരുവുനായ്ക്കൾ തമ്പടിച്ച് കൂട്ടമായി റോഡിലേക്ക് ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. ഇതോടൊപ്പം വാക്സിനേഷൻ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുവാൻ തീരുമാനിച്ചു. പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പീരുമേട് മൃഗാശുപത്രി, താലൂക്ക് ആശുപത്രി അധികൃതർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി വിവിധയാളുകൾ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.